ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നാട്ടിൽ നിന്ന് വന്നൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാണ്. അവളുടെ പേര് ഹൃദ്യ എന്നാണ്. സോ ഞാനും ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ നാട്ടിൽ നിന്ന് 1-2 സാധനങ്ങളൊക്കെ അവൾ കൊണ്ടുവന്നിട്ടുണ്ട്. UK അഡാപ്റ്റർ, ലൈക്ക് ഇന്ത്യ ടു UK കൺവേർട്ടർ. സോ അതെല്ലാം വാങ്ങിക്കണം. ബിക്കോസ് ഞാൻ ഇത്രയും ദിവസം എങ്ങനെയൊക്കെയോ ആണ് ചാർജൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഫോണൊക്കെ. സോ അതൊക്കെ അവൾ കൊണ്ടുവന്ന കാരണം അതൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ആദ്യം തന്നെ നമുക്ക് മിൽട്ടൺ ടെറസ് വരെ നടക്കണം. എന്നിട്ട് അവിടെ നിന്ന് ഒരു ബസ് എടുത്തിട്ട് വേണം പോവാനായിട്ട്. നിങ്ങളുമായ എൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് പോവാം. സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ ഒന്ന് എന്താ പറയുക ഡൗൺ ടൗണിലൊക്കെ ഒന്ന് പോകാനുണ്ട്. ഐ മീൻ ഡൗൺ ടൗൺ അല്ല, എന്താ പറയുക സിറ്റി സെൻറ്ററിലൊക്കെ. അപ്പോൾ നമുക്ക് അവിടേക്കൊന്ന് പോയിട്ട് അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി. ഇന്നൊരു നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. അത് കാരണം ടെമ്പറേച്ചറും കുറച്ച് ഡൗൺ ആയിരുന്നു. ഇത് രാവിലെ സമയങ്ങളിലെല്ലാം നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ എത്തിയേക്കുന്നത് മിൽട്ടൺ ടെറസ് എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിലാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ജോർജ് സ്ട്രീറ്റ് ബസ് സ്റ്റോപ്പിലായിരുന്നു നമുക്കുള്ള ബസ് ഉണ്ടായിരുന്നത് സിൽവർട്ടൺ ഹില്ലിലോട്ട്. അങ്ങനെ ഒരു 5 മിനിറ്റിൻ്റെ കാത്തിരിപ്പിന് ശേഷം സിൽവർട്ടൺ ഹില്ലിലോട്ടേക്കുള്ള ബസ് എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ കയറി നേരെ കാർഡ് ടാപ്പ് ചെയ്ത് സീറ്റിൽ ചെന്നിരുന്നു. ഈ ഒരു ബസ്സിൽ അത്യാവശ്യം തിരക്ക് കുറവായിരുന്നു. ഈ ഒരു ബസ് വല്ലപ്പോഴും ഉള്ളൂ സിൽവർട്ടൺ ഹില്ലിലോട്ട്. ഒരു ഡെയിലി ഒരു 3 ടൈംസ് അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊരു റെയർ ടൈമിങ്ങിലും കൂടി, അതുകൊണ്ടായിരിക്കും ആൾക്കാരും ഭയങ്കര കുറവായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു.
ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഹൃദ്യനെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഇതൊരു നല്ലൊരു ഏരിയ ആണ്. ഞാൻ വന്നതിനേക്കാളൊക്കെ ഇതെല്ലാം ഇൻഡിപെൻഡൻറ്റ് ഹൗസസ് ആണ് ഇവിടെ ഉള്ളതെല്ലാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ വീടുകളൊക്കെ. നിങ്ങൾക്കും കൂടെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഒരു 500 ഫീറ്റ് നടന്നേ പിന്നെയാണ് ഞാൻ ഹൃദ്യനെ കണ്ടുമുട്ടിയത്. അങ്ങനെ പിന്നെ ഹൃദ്യൻ്റെ വീട്ടിൽ കയറി ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ച് സാധനങ്ങളെല്ലാം കളക്ട് ചെയ്തു. അതിനുശേഷം പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു സിറ്റി സെൻറ്റർ ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടില്ല. അപ്പം ഞങ്ങൾ ട്രെയിൻ എടുത്ത് സിറ്റി സെൻറ്ററിൽ പോവാന്ന്. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ സ്റ്റേഷനിലോട്ട് നടന്ന് അവിടെ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് ട്രെയിനിൽ കയറിയത്. ന്യൂട്ടൺ സ്റ്റേഷൻ എത്തിയപ്പോഴാണ് ഞാൻ പുറത്തോട്ടേക്കുള്ള വ്യൂ എടുത്തിട്ടുണ്ടായത്. അവിടെ എത്തിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ ഒരു 5-6 സ്റ്റേഷൻ ഇപ്പുറം ആർഗിൾ സ്ട്രീറ്റിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങി. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നടന്നാണ് സിറ്റി സെൻറ്ററിലോട്ട് പോയത്. പുറത്തിറങ്ങിയിട്ടുള്ള ഞങ്ങളുടെ ആദ്യത്തെ വ്യൂ ആയിരുന്നു ഈ ഒരു സ്ക്വയറും ഈ ഒരു മാളും. അങ്ങനെ നല്ല മഴയായത് കാരണം ഞങ്ങൾ ഈ ഒരു മാളിൽ കയറി കുറച്ച് നേരം വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് ബ്രാൻഡ്സും ഞങ്ങൾ ആദ്യ പ്രാവശ്യം കാണുമായിരുന്നു. സോ അതിൻ്റെ ഒരു കൗതുകം ഉണ്ടായിരുന്നു. പിന്നെ പുതിയ പുതിയ ഓരോ കടകളിൽ കയറി ആ ഓരോ ഡ്രസ്സുകളൊക്കെ ഞങ്ങൾ വെച്ച് നോക്കുകയൊക്കെ ചെയ്തു. പിന്നെ ജോലിയൊന്നും ആവാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒന്നും വാങ്ങുകയൊന്നും ചെയ്തില്ല. പിന്നെ അതിന് ശേഷം ഈ ഒരു കുക്കി ഷോപ്പ് കയറി ഞങ്ങളൊരു കുക്കി വാങ്ങിച്ച് കഴിച്ചു. അത് കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് അത്രയൊന്നും ഇഷ്ടമായില്ല. ഇതൊരു ബ്രൗണി ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആയിരുന്നു. അതിന് ശേഷം പിന്നെ മഴയൊക്കെ പോയപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടായത് ഒരുപാട് കിഡ്സിന് കളിക്കാൻ പറ്റുന്ന നമ്മുടെ എക്സിബിഷനിലൊക്കെ ഉണ്ടാവുന്ന പോലത്തെ ഒരു കളിസ്ഥലമായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഇറങ്ങി നടന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നടന്നപ്പോഴാണ് പിന്നെ നമ്മൾ ഈ വീഡിയോസിലും ഫോട്ടോസിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഗ്ലാസ്ഗോ സിറ്റി സെൻറ്റർ കാണാൻ തുടങ്ങി. ഇവിടെയൊക്കെ നിറയെ ബസ്സുകളും ഡബിൾ ഡക്കറാണ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു കൗതുകം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നേ വരെയും ഡബിൾ ഡക്കർ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. സോ അങ്ങനെ ഡബിൾ ഡക്കർ ബസ്സൊക്കെ കാണുമ്പം ഭയങ്കര സന്തോഷമായിരുന്നു കാണാനായിട്ടൊക്കെ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരുപാട് സമയം ഇവിടെയൊക്കെ നടന്നു. സാറയിലൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു അവിടെ ഓഫറൊക്കെ കണ്ടിട്ട്. പക്ഷെ ഓഫറാണെങ്കിലും നല്ല റേറ്റ് ഉണ്ടായിരുന്നു സാറയിൽ. അത് കാരണം ഞങ്ങൾ പിന്നെ ഒന്നും വാങ്ങുകയൊന്നും ചെയ്തില്ല. ജസ്റ്റ് ഒരു വിൻഡോ ഷോപ്പിംഗ് എന്ന രീതി മാത്രം. ഒരുപാട് നല്ല നല്ല കളക്ഷൻസും ഉണ്ടായിരുന്നു കേട്ടോ.
ഷോപ്പിങ്ങിന് ശേഷം പിന്നീട് ഞങ്ങൾ കയറിയിട്ടുള്ളത് ഒരു സ്കോട്ട്ലൻഡിൻ്റെ സൊവനീർ ഷോപ്പിലായിരുന്നു. ഇവിടെ എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു, അത് കാരണം ഒന്നും വാങ്ങിച്ചില്ല. അതിനുശേഷം പിന്നെ ഞങ്ങൾ പോയത് അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആപ്പിളിൻ്റെ ഷോറൂമിലായിരുന്നു. ഈ ഒരു ഭയങ്കര വിശാലമായ ഒരു നല്ല ഷോറൂമായിരുന്നു, നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുന്ന പോലത്തെ. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി കുറച്ച് നേരം ഫോണൊക്കെ നോക്കി. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് വീണ്ടും ഇറങ്ങി. വീണ്ടും ഞങ്ങൾ സ്ട്രീറ്റ്സിൽ കൂടെ തന്നെ നടക്കാൻ തുടങ്ങി. ബിക്കോസ് എല്ലാ സ്ട്രീറ്റ്സും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം ഞങ്ങൾ അതൊക്കെ ഒന്ന് ആസ്വദിച്ച് എല്ലാ കഫേൻ്റെയും എല്ലാത്തിൻ്റെയും സൈഡിൽ കൂടെയും ഞങ്ങൾ നടന്നു. അടുത്ത പോപ്പുലർ സ്ഥലമായ ജോർജ് സ്ക്വയറിലേക്കാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ജോർജ് സ്ക്വയറിൽ പണി നടക്കുന്നത് കാരണം ഞങ്ങൾക്ക് അതിൻ്റെ അകത്തൊന്നും കയറാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങൾ ആ സ്ക്വയറൊക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു മെക്ഡൊണാൾഡ്സ് നോക്കി നടത്തം തുടർന്നു. ഇവിടെ എല്ലാ ഹോട്ടൽസിൻ്റെയും ഫ്രണ്ടിൽ നല്ല ഭംഗിയിൽ അവരിങ്ങനെ ഫ്ലവേഴ്സ് കൊണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ പിന്നെ നടത്തത്തിനിടെ നമ്മളൊരു ആർട്ട് ഗാലറി കണ്ടായിരുന്നു. ഗ്ലാസ്ഗോ ആർട്ട് ഗാലറി എന്നുണ്ട്. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് കയറാൻ തീരുമാനിച്ചു. അവിടെ ഒരുപാട് പെയിൻറ്റിങ്സും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് കയറി ആ പെയിൻറ്റിങ്സൊക്കെ എല്ലാം ഒന്ന് വെറുതെ ഒന്ന് ഓടിച്ച് നോക്കി. എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഹൃദ്യയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ കയറി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മളവിടെ കുറച്ച് പെയിൻറ്റിങ്സൊക്കെ നോക്കി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയത് മെക്ഡൊണാൾഡ്സും തപ്പിയിട്ടായിരുന്നു. സോഷ്യൽ സ്ട്രീറ്റിലെ മെക്ഡൊണാൾഡ്സിലേക്കാണ് നമ്മൾ പിന്നെ പോയിട്ടുണ്ടായത്. ഇവിടെ സോഷ്യൽ സ്ട്രീറ്റ് ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്, ലൈക്ക് സിറ്റി സെൻറ്ററിൽ തന്നെയുള്ള. അങ്ങനെ നമ്മൾ മെക്ഡൊണാൾഡ്സിൽ പോയി. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായത് ഫിഷ് ഫില്ലറ്റ് ബർഗറും പിന്നെ മാക്കൻ ചീസ് ബർഗറാന്ന് തോന്നുന്നു, അത് ബീഫായിരുന്നു. സോ അങ്ങനെ 2 ബർഗേഴ്സും കൂടെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിച്ചു. രണ്ടും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു ബർഗറിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. ബർഗറൊക്കെ കഴിച്ച ശേഷം പിന്നെ നമ്മൾ പോയത് പൗണ്ട്ലാൻഡിലേക്കാണ്. നമ്മൾ സിം കാർഡ് വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബിസ്ക്കറ്റ്സ്, ചോക്ലേറ്റ്സ്, അങ്ങനെ നമുക്ക് എന്താ പറയുക, ട്രാവൽ ചെയ്യുമ്പം കഴിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളും കൂടെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വാണ്ടറിങ് എല്ലാം നിർത്തി നമ്മൾ അടുത്ത ട്രെയിൻ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് തിരിച്ച് ഹാമിൽട്ടണിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ട്രെയിനിൽ കയറി ഒരു 5-8 സ്റ്റോപ്പിന് ശേഷമായിരുന്നു ഹാമിൽട്ടൺ ഇൻ്റർചേഞ്ച് എത്തിയിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ ഹൃദയനോടൊക്കെ ഹാമിൽട്ടണിൽ വെച്ച് ബൈ ബൈ പറഞ്ഞ് ഞാൻ എൻ്റെ സ്ഥലത്തോട്ടേക്ക് വേണ്ടി പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ കണ്ടത് ഈ ഒരു ഡബിൾ ഡെക്കർ ബസ് എൻ്റെ റൂട്ടിൽ. അങ്ങനെ ഞാൻ ആ ബസ്സിൽ കയറി. ഇത് ആദ്യമായിട്ടാണ് ഞാനൊരു ഡബിൾ ഡെക്കർ ബസ് കയറുന്നത്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ടായിരുന്നു ആ ഒരു ബസ് കയറുന്ന സമയത്ത്. പിന്നെ എങ്ങനെയായിരിക്കും മേളിലിരുന്ന് ഫുള്ളായിട്ട് സിറ്റി കാണാൻ വേണ്ടിയിട്ട് എന്നൊക്കെയുള്ള ഭയങ്കര കൗതുകം. ഒരു 5-6 സ്റ്റോപ്പിന് ശേഷമാണ് എൻ്റെ മിൽട്ടൺ ടെറസ് എന്ന് പറയുന്ന സ്റ്റോപ്പ് എത്തിയിട്ടുണ്ടായത്. അതുവരെ ഞാൻ
മേളിലിരുന്ന് കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ജേണി. അതൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കണം. അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായി കാണാം. അതുവരേക്കും ബൈ.